ഹായ്, ഞാൻ ഡോക്ടർ ഉനൈസ്. ഒരു 30 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നമാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം. അപ്പോൾ ഈ രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ എണീക്കുന്ന സമയത്ത് ചെറിയ സന്ധികളിൽ വേദന ഉണ്ടാവുക. അതായത് പ്രത്യേകിച്ചും കയ്യിലെ വിരലുകൾ, കാലിലെ വിരലുകളിലെല്ലാം വേദന, അതേപോലെ തന്നെ സ്റ്റിഫ്നെസ്, അതായത് കൈ ഉറച്ച പോലെ തോന്നുക. ഇത് രണ്ടുമാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ലക്ഷണം. എന്ന് കരുതി വിരലുകൾക്ക് മാത്രമാണോ ഈ രോഗം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അത് ഏത് സന്ധികളിലെയും ബാധിക്കാം. ഈ രോഗത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല തിയറികളുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള തിയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ബോഡിയുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ സ്വന്തം കോശങ്ങൾക്കെതിരെ ആക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം ഭടന്മാർ നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെ ആക്ട് ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും, അതേ അവസ്ഥയാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ. ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റിയെ ട്രിഗർ ചെയ്യുന്ന ചില ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജനറ്റിക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആർക്കെങ്കിലും, അതായത് അച്ഛനോ അമ്മക്കോ ഈ രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാവാനുള്ള സാധ്യത ഏകദേശം 4 മടങ്ങ് കൂടും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. നമ്മൾ പുറത്തു നിന്നും കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ്, പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള കുറേ ഭക്ഷണം കഴിക്കുന്നത്, അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ഭാരം, ഒബിസിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഇൻഫെക്ഷൻ. ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ചിക്കുൻ ഗുനിയ പോലുള്ള ഇൻഫെക്ഷൻ എല്ലാം ഈ ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റിയെ ട്രിഗർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് പതുക്കെ നിങ്ങളുടെ ജോയിൻറ്റിനെ അത് ഡിസ്ട്രോയ് ചെയ്യും. പതുക്കെ നിങ്ങളുടെ ജോയിൻ്റ് അത് എഫക്റ്റ് ചെയ്യും, വളരെ മോശമായ രീതിയിൽ എഫക്റ്റ് ചെയ്യും. നിങ്ങളുടെ വിരലുകൾ ചിലപ്പോൾ കാണാൻ ഭംഗിയില്ലാത്ത രീതിയിലേക്ക് ഡിഫോമിറ്റീസ് സംഭവിക്കാം. അതേപോലെ തേയ്മാനം, മുട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തേയ്മാനവും വരാം. അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ, അല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഈ ലക്ഷണങ്ങൾ വെച്ച് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഡോക്ടർ ചില രക്ത പരിശോധനകൾ നടത്തും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണ നമ്മൾ ചെയ്യുന്ന കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഉണ്ടാവും, ESR ഉണ്ടാവും, CRP ഉണ്ടാവും. അതിൻ്റെ കൂടെ റുമറ്റോയ്ഡ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്, അതായത് വാദത്തിൻ്റേതായിട്ട് ഉള്ളൊരു ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ചികിത്സാ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മെഡിസിൻസ് ആണ്. ഈ മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീർക്കെട്ടിനും വേദനയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്ന സാധാരണ വേദന സംഹാരി ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നീര് കുറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവയെല്ലാം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജസ്റ്റ് വേദന കുറക്കാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഈ രോഗത്തിൻ്റെ ഒരു പ്രോഗ്രഷൻ കുറക്കാനോ അത് രോഗത്തിൻ്റെ പ്രക്രിയ കുറക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഈ രോഗം മൊത്തമായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ ഈ ഡിസീസ് പ്രോസസ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സംഭവം മൊത്തമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ചില മെഡിസിൻസ് ഉണ്ട്. അതിനെ നമ്മൾ DMARDs എന്നാണ് വിളിക്കുന്നത്, ഡിസീസ് മോഡിഫൈയിങ് ആൻറ്റി റുമറ്റോയ്ഡ് ഡ്രഗ്സ്. അപ്പോൾ ഇവയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ രോഗത്തിൻ്റെ പ്രോസസ്സ് മൊത്തമായിട്ട് മാറ്റും, നീർക്കെട്ടുണ്ടാക്കുന്നത് കുറക്കും. മാത്രമല്ല നമ്മുടെ കയ്യിലേക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഈ രോഗം കുറേ കാലം നീണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും വിരലിനൊക്കെ ഡിഫോമിറ്റീസ് സംഭവിക്കാം, വൈകല്യങ്ങൾ വരാം. ആ വൈകല്യങ്ങൾ അല്ലെങ്കിൽ ഡിഫോമിറ്റീസ് ഉണ്ടാവുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ, അത് ഒഴിവാക്കാൻ ഈ മരുന്നുകൾക്ക് പറ്റും. അത് നമ്മളൊരു വെറും വേദന സംഹാരിയോ അല്ലെങ്കിൽ ഒരു സ്റ്റിറോയിഡോ കഴിച്ചതുകൊണ്ട് ഈ ഒരു ഡിസീസ് പ്രോസസ്സ് അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ DMARDs ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു രോഗത്തിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ്. നമ്മളെപ്പോഴും ചോയ്സ് ആയിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് DMARDs ആണ്. DMARDs തന്നെ പല തരത്തിലുണ്ട്, കൺവെൻഷനുണ്ട്, ബയോളജിക്കൽ, പല സിന്തറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അത് നമ്മൾ ആ പേഷ്യൻറ്റിനെ നോക്കി, പേഷ്യൻറ്റിൻ്റെ ഡിസീസ്, ആ രോഗത്തിൻ്റെ സിവിയാരിറ്റി എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുന്നത് ഏത് മെഡിസിൻ കൊടുക്കണം എന്നത്. എപ്പോഴും നമ്മൾ ഏറ്റവും കുറഞ്ഞ ഡോസിലുള്ള ഏറ്റവും ചെറിയ കൺവെൻഷണൽ ആയിട്ടുള്ള DMARDs ആണ് സ്റ്റാർട്ട് ചെയ്യുക. അതിലും കുറയുന്നില്ല എന്നുണ്ടെങ്കിലാണ് പിന്നീട് കുറച്ചുകൂടെ ഉയരത്തിലേക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടെ മുകളിലുള്ള ബയോളജിക്കൽ ടൈപ്പായിട്ടുള്ള അല്ലെങ്കിൽ സിന്തറ്റിക് ടൈപ്പിലേക്കായിട്ടുള്ള ഇതിലേക്ക് പോകുന്നത് DMARD. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഏത് മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാലും ആൾറെഡി വന്ന ജോയിൻറ്റിന് വന്നിട്ടുള്ള ഡാമേജ് പഴയ പോലെ ആവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കയ്യിന് ഒരു വളവ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കയ്യിനെ മടങ്ങിയിരിക്കുകയാണെന്ന് കരുതുക. അതാണ് നിങ്ങൾ ഡിഫോമിറ്റി എന്നത്. ഫോർ എക്സാമ്പിൾ ബോട്ടനിയർ ഡിഫോമിറ്റി, സ്വാൻഡക് ഡിഫോമിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള വിരലുകൾക്ക് വരുന്ന വൈകല്യങ്ങളുണ്ട്. അങ്ങനെ ഡിഫോമിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നേരെയാക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് അതിൻ്റേതായിട്ടുള്ള സർജറികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്.